ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ ഡെയിലി മന്ന എന്ന പ്രോഗ്രാമിലേക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചാണ് ധ്യാനിക്കാനുള്ളത്. എബ്രായ ലേഖനം 4:16 അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്ന് പറയുന്നത്? നാം വിശുദ്ധ സ്ഥലത്ത്, സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തെ 2 ഉപകരണങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു. ഒന്ന് കാഴ്ചയപ്പം വചനത്തെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ തന്നെ ഇടിച്ചെടുത്ത ഒലിവെണ്ണ, ആ നിലവിളക്കിൽ ഉപയോഗിക്കുന്ന ഒലിവെണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ആ നിയന്ത്രണത്തിലാണ് ആ വിളക്ക് കത്തുന്നത്. അതായത് നമ്മുടെ ആരാധനയും പ്രാർത്ഥനയുമൊക്കെ പരിശുദ്ധാത്മാവിലാണ് നടത്തേണ്ടത് എന്നുള്ളത് നാം അവിടെ കാണുന്നു. ഇനി അടുത്ത ഉപകരണം എന്താണെന്ന് വെച്ചാൽ ധൂപപീഠമാണ്. അവിടെ എന്നും ദിവസേന പുരോഹിതൻ അവിടെ ദിവ്യ അഗ്നി ജ്വലിപ്പിക്കുകയും ആ അഗ്നിയിൽ കുന്തിരുക്കമിടുകയും അവിടെ നിന്ന് പരിമളം, സുഗന്ധം ഉയരുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ ധൂപപീഠം വെച്ചിരിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന ആ കട്ടിയുള്ള തിരശീലയുടെ മുൻപിലായിട്ടാണ്. അപ്പോൾ ഇത് പ്രാർത്ഥനയെ കുറിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലുമൊക്കെ ധൂപകലശം സിംഹാസനത്തിന് മുൻപായി നിൽക്കുന്ന മൂപ്പന്മാരുടെ കയ്യിലും 4 ജീവികളുടെ കയ്യിലുമൊക്കെ തങ്ക കലശത്തിലുള്ള ധൂപം ഉള്ളതായിട്ട് നാം കാണുന്നുണ്ട്. അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണെന്ന് അവിടെ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപമായിട്ടാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നത്. അപ്പോൾ 141-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപം പോലെ സ്വീകരിക്കണമേ എന്ന്. അപ്പം ധൂപം പോലെ സ്വീകരിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രാർത്ഥന. അത് കർത്താവിൻ്റെ മുൻപിൽ സുഗന്ധമായിട്ടാണ് ചെല്ലുന്നത്. കാരണം നാം വിശുദ്ധിയിലാണ് കർത്താവിനെ ആരാധിക്കുന്നത്. അപ്പോൾ കർത്താവ് ആ പ്രാർത്ഥന സ്വീകരിക്കുന്നു. ആ സുഗന്ധം കർത്താവിന് വളരെ സ്വീകാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ധൈര്യം അവിടെ കയറി ചെല്ലാനായിട്ട് ഇന്ന് പുതിയ നിയമസഭയിൽ നമുക്ക് എങ്ങനെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ കയറി ചെന്ന് ഏത് സമയത്തും പ്രാർത്ഥന കഴിക്കാനുള്ള പ്രാഗൽഭ്യം ലഭിച്ചത്? നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നാം വരണം. കർത്താവിൻ്റെ ക്രൂശിൽ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് പ്രാണനെ വിടുന്ന സമയത്ത് തിരശീല, അല്ലെങ്കിൽ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി എന്ന് നാം വായിക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രാണൻ എവിടേക്കാണ് പോയത്? കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരമായ സ്വർഗത്തിലേക്കാണ് കയറിപ്പോയത്. സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചതെന്ന് നാം എബ്രായ ലേഖനം 9:24 വായിക്കുന്നു. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കർത്താവ് എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ മഹിമയുടെ വലതുഭാഗത്തിരുന്നു കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. പക്ഷവാദം ചെയ്യുക എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പരിശുദ്ധ യാഗത്താൽ നമ്മുടെ പാപത്തെ കർത്താവ് മറച്ചു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടി നമുക്ക്. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാനുള്ള പ്രാഗൽഭ്യം ലഭിച്ചു, അല്ലെങ്കിൽ അനുവാദം ലഭിച്ചു എന്ന് നമുക്ക് ആശ്വസിക്കേണ്ട കാര്യമാണ്. അതൊരു വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് സമയത്തും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാമെന്ന്
നമ്മളെ നമ്മൾക്ക് ഉറപ്പിച്ച് പറഞ്ഞു തരുന്ന ഒരു വേദഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കർത്താവിന് സ്വീകാര്യമാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിശുദ്ധിയോടെ അടുത്തു ചെല്ലണം. നമ്മൾ യാചനകളും പ്രാർത്ഥനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും എല്ലാം കർത്താവിന് വളരെയധികം ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. നാം പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ഈഹലോക ജീവിതകാലത്തും നാം കാണുന്നുണ്ട്, പലപ്പോഴും കർത്താവ് തന്നെ പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായിട്ട് വന്ന് കാൽവറിയിൽ യാഗമാകാനായിട്ട് വന്ന കർത്താവ് തൻ്റെ പിതാവുമായിട്ട് എപ്പോഴും സംസർഗത്തിലായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ അതേ സംസർഗം തന്നെ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുകയാണ്. നാം എപ്പോഴും കൃപാസനത്തോട് അടുത്ത് ചെന്ന് തക്ക സമയത്ത് സഹായത്തിനായിട്ടുള്ള പ്രാർത്ഥന കഴിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അത് കർത്താവിന് പ്രസാദകരമായ ധൂപമാണത്. ദൈവം നമ്മെ ആ പ്രാർത്ഥനകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.